ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഗുരുവായൂർ ഏകാദശി നാളെ ആഘോഷിക്കും. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറും. വഴിപാടുകൾ നടത്താനായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ്. പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ദേവസ്വം. ചാലക്കുടി പുഴയിൽ രണ്ടിടങ്ങളിലായി 2 പേർ മുങ്ങിമരിച്ചു. കാടുകുറ്റി ആറങ്ങാടിക്കടവിൽ അങ്കമാലി സ്വദേശി കൃഷ്ണൻ, വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് ഫോർട്ട് കൊച്ചി സ്വദേശി സുധീർ എന്നിവരാണ് മരിച്ചത്. ദേശീയപാത നെല്ലായിൽ കാറടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. നെല്ലായി സ്വദേശി 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ഇഴഞ്ഞു നീങ്ങി മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 14 മാസം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല. പാവറട്ടി പഞ്ചായത്തിലെ കോഴിത്തോട്ടിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളി. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിലെ അടുക്കള മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. അവണശ്ശേരി ആനക്കലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ. വിശദാംശങ്ങളിലേക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ ആഘോഷിക്കും. ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ഏകാദശി നാളിലാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് ഏകാദശിക്കാണ്. ക്ഷേത്രവും ക്ഷേത്രനഗരിയിലെ സ്ഥാപനങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. രാപ്പകൽ ഇടതടവില്ലാതെ ഭക്തസഹസ്രം ഗുരുവായൂരിലേക്ക് ഒഴുകുകയാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൽ 1 മാസമായി നടന്നു വന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷങ്ങൾക്ക് ഏകാദശിയോടെ സമാപനമാകും. അരിഭക്ഷണം വെടിഞ്ഞ് വ്രതം നോറ്റെത്തുന്നവർക്ക് ദേവസ്വം ഏകാദശി പ്രസാദഊട്ട് നൽകും. ഏകാദശി ദിവസം രാത്രി 12 മണി മുതൽ ദ്വാദശി ദിവസം രാവിലെ ക്ഷേത്രനട അടയ്ക്കുന്നതുവരെ ഭക്തർ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കും. ബുധനാഴ്ച ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും. ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടത്തി. ഗജരാജന്റെ ദീപ്തസ്മരണയ്ക്ക് മുൻപിൽ ആനത്തറവാട്ടിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമമർപ്പിച്ചു. ഗജപൂജയ്ക്ക് ശേഷം തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഗജഘോഷയാത്ര ആരംഭിച്ചു. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരുന്നു. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ 5 ആനകൾ പങ്കെടുത്ത ഘോഷയാത്ര റെയിൽവേ മേൽപ്പാലം വഴി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വണങ്ങി. ഗുരുവായൂർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് തെക്കേ നടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി തുമ്പി ഉയർത്തി വണങ്ങി. മറ്റാനകളും പ്രണാമം അർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും പുഷ്പാർച്ചന നടത്തി. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ചരിഞ്ഞത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും മതിമറന്നിരുന്നു. ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന 5 കീർത്തനങ്ങൾ സംഗീതോത്സവ മണ്ഡപത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന സംഗീത കുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ അതൊരു സംഗീത സാഗരമായി മാറി. കീർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആലപിച്ചപ്പോൾ സദസ്സും ഏറ്റുപാടി. 1 മണിക്കൂർ ക്ഷേത്രനഗരി പഞ്ചരത്ന പേമാരിയിൽ ലയിച്ചു ചേർന്നു. ചെമ്പൈ
വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരായ TV ഗോപാലകൃഷ്ണൻ, മണ്ണൂർ MP രാജകുമാരനുണ്ണി, സംഗീതജ്ഞരായ ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നിങ്ങനെ 34 പേർ വായ്പാട്ടിന്റെ മുൻനിരയിൽ അണിനിരന്നു. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രി ചെമ്പയുടെ ഇഷ്ടകീർത്തനങ്ങൾ 100ഓളം കലാകാരന്മാർ ഒന്നിച്ചിരുന്നു പാടുന്നതോടെ 15 ദിവസം നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാട് നിർവഹിച്ചു തരാമെന്ന് വാഗ്ദാനം നൽകി ഭക്തരുടെ പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ദേവസ്വം. ഇത്തരത്തിൽ വാഗ്ദാനം നൽകുന്ന വെബ്സൈറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ദേവസ്വത്തിന്റെ മുന്നറിയിപ്പ്. ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ്സൈറ്റുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ചാലക്കുടി പുഴയിൽ 2 ഇടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. കാടുകുറ്റി ആറങ്ങാടി കടവിലും വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്തുമായിരുന്നു അപകടം. ആറങ്ങാടിക്കടവിൽ അങ്കമാലി എളവൂർ സ്വദേശി കൊടുമ്പിള്ളി വീട്ടിൽ 30 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് യുവാവ് മരിച്ചത്. കുടുംബ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു കൃഷ്ണൻ. ഒപ്പമുള്ളവർ പുഴയുടെ മറുകരയിലേക്ക് നീന്തിപ്പോയപ്പോൾ കൃഷ്ണനും 2 കുട്ടികളും മണൽത്തിട്ടയിൽ കാത്തുനിന്നു. ഇതിനിടെ ഒരു കുട്ടി പുഴയിലേക്ക് നീന്തിപ്പോയത് അറിഞ്ഞില്ല. ആഴമുള്ള ഭാഗത്ത് മുങ്ങിപ്പോയ കുട്ടിയെ ഇയാൾ രക്ഷിക്കുന്നതിനിടയിൽ അവശനായി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. സംഭവം കണ്ടുനിന്നവർ നീന്തിയെത്തി 2 പേരെയും കരയ്ക്കെത്തിച്ചുവെങ്കിലും കൃഷ്ണൻ അവശനിലയിലായിരുന്നു. ഉടനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് കൃഷ്ണൻ. വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് സുഹൃത്തിനോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ ഫോർട്ട് കൊച്ചി സ്വദേശി 56 വയസ്സുള്ള സുധീറാണ് മരിച്ചത്. സുഹൃത്ത് സോണിയും ചേർന്ന് കുളിക്കുന്നതിനിടെ സുധീർ പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് മുങ്ങിത്താഴ്ന്നു. 2 വട്ടം സോണി രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നീട് ഒച്ചവെച്ച് ആളെ കൂട്ടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. അരമണിക്കൂറിന് ശേഷം സുധീറിനെ വെള്ളത്തിൽ നിന്നും കയറ്റിയെങ്കിലും അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു. അതിരപ്പള്ളിയിൽ സ്ഥിരമായി വിനോദയാത്രയ്ക്ക് എത്തുന്ന ആളാണ് മരിച്ച സുധീർ. TCV ന്യൂസ്, ചാലക്കുടി. ദേശീയപാത നെല്ലായിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികൻ മരിച്ചു. നെല്ലായി പന്തലൂർ സ്വദേശി പനയത്ത് വീട്ടിൽ 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ദേശീയപാതയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:45ഓടെയായിരുന്നു അപകടം. ദേശീയപാത നെല്ലായി സെന്ററിന് സമീപത്തായിരുന്നു അപകടം. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. ഉടനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 14 മാസം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 13 വർഷം മുൻപ് പേരാമ്പ്ര പൗരസമിതി എന്ന പേരിൽ നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപവൽക്കരിച്ച് അടിപ്പാതയ്ക്കായി സമരപരിപാടികൾ നടത്തിയിരുന്നു. ഒടുവിൽ അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് 2024 സെപ്റ്റംബർ അവസാനം പണി ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും മഴ തുടങ്ങിയതോടെ പണികൾ മന്ദഗതിയിലായി. സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥയും ഗതാഗതക്കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചു. അടിപ്പാതയുടെ പ്രധാന ഭാഗമായ ബോക്സ് നിർമ്മാണം മാസങ്ങൾക്ക് മുൻപേ പൂർത്തീകരിച്ചിരുന്നു. ജനങ്ങളുടെ യാത്രാക്ലേശം കണക്കിലെടുത്ത് ബോക്സിനടിയിലൂടെ താൽക്കാലികമായി ഗതാഗതം അനുവദിക്കുകയും ചെയ്തു. ബോക്സിന് ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. 2 മാസം കൊണ്ട് മുഴുവൻ നിർമ്മാണ ജോലികളും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, കൊടകര. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. പാവറട്ടി പഞ്ചായത്തിലെ കോഴിത്തോട്ടിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചിറ്റാട്ടുകര റോഡിൽ കോഴിത്തോട് ആരംഭിക്കുന്ന ജനവാസ മേഖലയിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. മാലിന്യം തോട്ടിൽ മുഴുവൻ വ്യാപിച്ച നിലയിലാണ്. ഒട്ടേറെ വീടുകളിലെ കിണറുകളിലേക്ക് തോട്ടിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ ഉറവ എത്തുന്നുണ്ട്. മുല്ലശ്ശേരി കനാലിലാണ് എളവള്ളി പഞ്ചായത്തിലെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജലനിധി പദ്ധതിയുടെ കിണറുള്ളത്. ഇത്രയേറെ പ്രാധാന്യമുള്ള തോടാണ് സാമൂഹിക വിരുദ്ധർ ഇരുളിന്റെ മറവിൽ മലിനമാക്കിയത്. ഉത്തരവാദികളായവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും തോട് മാലിന്യമുക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിലെ അടുക്കള മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. ഉഴുവത്തുകടവിൽ കെ ടൗൺ ഹോട്ടലിന് കീഴിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത്. ഹോട്ടലിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം ഇവിടെയാണ് തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കനൌലി കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോട്ടിൽ മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് പരിസരവാസികൾ ദുരിതത്തിലാണ്. ദുർഗന്ധം അസഹ്യമായതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മാലിന്യം തള്ളൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ആളുകൾക്ക് ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഇതെല്ലാം സംവിധാനം ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ തോട് നേരെ കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തോടാണ്, ഏറ്റിറക്കം വരുന്ന തോടാണ്. ഈ പ്രദേശത്തൊക്കെ നമുക്ക് വെള്ളം കണ്ടില്ലേ, കൊതുക് ശല്യം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ശല്യപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ ഒരു സ്വകാര്യ സ്ഥാപനം അവർ ധിക്കാരപരമായിട്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുക്കി വിടുന്നത്. വളരെ അപകടകരമായ അവസ്ഥയാണുള്ളത്. രോഗികളും കുട്ടികളും അടക്കമുള്ള ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണത്. അതുമാത്രമല്ല, ഒരുപാട് ജൈവ സമ്പത്തുള്ള പ്രദേശം കൂടിയാണ്. പൂർണ്ണമായിട്ടും ഏറ്റവും ഈ അവസ്ഥയുണ്ട്. ഭക്ഷണം പോലും കഴിക്കാൻ അപ്പുറത്ത് കുറച്ചകലം മാറി നിന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഭക്ഷണം പോയി കഴിക്കുന്നത്. അപ്പോൾ ഇവരോട് പല പ്രാവശ്യം പറഞ്ഞു, പലപ്പോഴും അത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ അത് ഒരു എന്താ പറയുക, അതിന് ഒരു അവഗണനയോടുകൂടിയാണ് ജനങ്ങൾ ദ്രോഹപരമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അവണിശ്ശേരി ആനക്കല്ലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. പുലർച്ചെ 4 ബെന്നിയുടെ ഉടമസ്ഥയിലുള്ള മരക്കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. മരക്കമ്പനി ഭാഗികമായി കത്തിനശിച്ചു. ഫർണിച്ചറുകളും മര ഉരുപ്പടികളും മെഷീനറികളും അഗ്നിക്കിരയായി. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാർ, റെസ്ക്യൂ ഓഫീസർമാരായ ജി അരുൺകുമാർ, വി എസ് സുധൻ, കെ പ്രകാശൻ, ബി ജി ജിമോദ്, ഷജിൻ എസ് രാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതോടെ ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ തുറന്നു. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ മേഖലയിലെ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം നിലച്ച പോലെയായിരുന്നു. ശുദ്ധജലം ലഭിക്കാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ചിമ്മിനി ഡാമിലെ വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് തുറന്നുവിട്ടത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള പദ്ധതികളിൽ ആയ വരന്തരപ്പള്ളി റൂറൽ കുടിവെള്ള പദ്ധതി, തോട്ടുമുഖം, കൽക്കുഴി കുടിവെള്ള പദ്ധതികളിലും ജലവിതരണം മുടങ്ങിയ സാഹചര്യമായിരുന്നു. ജില്ലയിൽ വരന്തരപ്പള്ളി മുതൽ ഏനമാവ് വരെയുള്ള 14,000 ഹെക്ടർ കോൾ നിലങ്ങളിലേക്ക് ആശ്രയം ചിമ്മിനിയിലെ വെള്ളമാണ്. കോൾ കർഷകരുടെ ആവശ്യം കണക്കാക്കിയാണ് ചിമ്മിനി ഡാം തുറന്നത്. ഇതോടെ മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാവും. ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപ്പാദനവും ആരംഭിച്ചു. ലഹരി കടത്തുകാരെയും അക്രമികളെയും സ്ഥാനാർത്ഥികളാക്കി അത്തരക്കാരെ CPM പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ബെന്നി ബെഹനാൻ MP. സംസ്ഥാനത്ത് രാസലഹരി വ്യാപകമാകാൻ ഇടയാക്കിയത് സർക്കാരിന്റെ അനാസ്ഥയുടെ ഫലമാണെന്നും MP പറഞ്ഞു. കുഴൂർ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, AC ജോയ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജൻ കുടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആനുകൂല്യങ്ങൾ തരികയല്ലേ, ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലേ, ഞങ്ങൾ കർഷകരുടെ ആനുകൂല്യം കൊടുത്തില്ലേ, ഞങ്ങൾ അവർ കർഷകർക്ക് കൊടുത്തില്ലേ, ഞങ്ങൾ തൃശൂർ പുത്തൻപടിയിലെ 100ാം പ്രതിഷ്ഠാ തിരുനാൾ ഭക്തി നിർഭരമായി. ആഘോഷമായ ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വാദ്യമേളം പള്ളിയങ്കണത്തിൽ നടന്നു. ബസിലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണം നടന്നു. തുടർന്ന് വ്യാകുലം എഴുന്നള്ളിപ്പുമുണ്ടായി. വികാരി ഫാദർ തോമസ് കാക്കശ്ശേരി, കൈക്കാരന്മാരായ ജോസ് ആലപ്പാട്ട്, TT ജോസഫ്, ഡോക്ടർ ജോസഫ് പല്ലൻ, കിരൺ ചാണ്ടി, ജനറൽ കൺവീനർ ജോയ് കൊമ്പാറക്കാരൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
തിരുവല്ലാമല പുനർജനി നുഴൽ തിങ്കളാഴ്ച. ഗുഹാമുഖത്തെ പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നുഴൽ. പുനർജനി നുഴുന്നതിലൂടെ പൂർവ്വജന്മങ്ങളിലെയും ഈ ജന്മത്തെയും പാപങ്ങൾ ഒടുങ്ങി മോക്ഷപ്രാപ്തി കൈവരുമെന്നാണ് വിശ്വാസം. 1000-ഓളം ആളുകൾക്ക് മാത്രമാണ് പുനർജനി നുഴലിന് അവസരമൊരുങ്ങുന്നത്. ഏകാദശി ദിവസം സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉദയാസ്തമന പൂജ നടത്തുന്നതിൽ പ്രായശ്ചിത്തം വേണമെന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാദം ഇരട്ടത്താപ്പാണെന്ന് ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് സി. നിവേദിത ആരോപിച്ചു. പ്രായശ്ചിത്തം നടത്തേണ്ടത് കഴിഞ്ഞ ഏകാദശി ദിവസം പുലവാലായ്മയുള്ള തന്ത്രി ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണം നടത്തിയതിനാണെന്നും അവർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഭക്തരുടെ ആവശ്യം അംഗീകരിച്ച് പ്രായശ്ചിത്തം നടത്തണമെന്നാണ് ബി.ജെ.പിയുടെ അഭിപ്രായമെന്നും നിവേദിത വ്യക്തമാക്കി. കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ തീയതി നീട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ഡിസംബർ 11 വരെ സമയം അനുവദിച്ചു. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16 പ്രസിദ്ധീകരിക്കും. നേരത്തെ ഡിസംബർ 9 തീയതി നിശ്ചയിച്ചിരുന്നത്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14 പ്രസിദ്ധീകരിച്ചാൽ മതി. കേരളമടക്കം 12 സമയപരിധി നീട്ടിയത്. ശ്രീലങ്കയിൽ നിന്നെത്തിയ സുജീവയ്ക്ക് പുതുക്കാട് കന്നി വോട്ട്. കഴിഞ്ഞ വർഷമാണ് സുജീവയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന സുജീവ 21 വർഷം മുൻപാണ് ഇന്ത്യയിലെത്തുന്നത്. പുതുക്കാട് പഞ്ചായത്ത് 7-ാം വാർഡിൽ അരോടി വീട്ടിൽ ബൈജുവിന്റെ ഭാര്യയാണ്. മസ്കറ്റിൽ വെച്ചാണ് ബൈജുവുമായി പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. 2001 ശ്രീലങ്കയിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത്. 2004 ബൈജുവിനൊപ്പം സുജീവ ചെങ്ങാലൂരിലെത്തി. അന്നുമുതൽ വിസ പുതുക്കിയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഭർത്താവ് ബൈജു ഇപ്പോഴും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃതകൃഷ്ണയോടൊത്താണ് സുജീവ ചെങ്ങാലൂരിൽ താമസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാനുള്ള സന്തോഷമാണ് സുജീവ പങ്കുവെക്കുന്നത്. ഇത് രശ്മിനെ കാരണം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടിയത്. ആള് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായില്ല. മാസത്തിൽ പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇതൊക്കെ സിറ്റിസൺ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞ മാതിരി നാളെ എൻ്റെ ഒപ്പ ആളെ ജയിച്ചു. അതിന് എൻ്റെ ഒപ്പ എല്ലാ സ്ഥലത്തേക്ക് പോവാണ് എൻ്റെ ഒപ്പ ഉണ്ടായിരുന്നു. 4 വർഷം ഇതിനെ പറ്റി പ്രയത്നിച്ചു രശ്മി. പഞ്ചായത്ത് അംഗമായിരുന്ന സുഹൃത്തായ രശ്മിയാണ് സുജീവയുടെ പൗരത്വത്തിനു വേണ്ടി ഇടപെട്ടത്. കേന്ദ്രമന്ത്രിയായിരുന്ന വി. മുരളീധരന്റെ ഓഫീസുമായും ചെന്നൈയിലെ ശ്രീലങ്കൻ എംബസിയുമായി രശ്മി ബന്ധപ്പെട്ടു. കഴിഞ്ഞ സെപ്റ്റംബറിൽ നമുക്ക് പൗരത്വം കിട്ടി. കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ ഒപ്പം ഞാനാണ് എല്ലായിടത്തേക്കും പോയതും കാര്യങ്ങൾ ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ആൾക്ക് ആ പൗരത്വം കിട്ടിയതിന് ശേഷം നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്താനുള്ളൊരു അവസരം വന്നപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ ആളെ ചെയ്യിച്ചു. ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വോട്ടർ പട്ടികയിൽ ആളുടെ പേര് വന്നപ്പോൾ ആളോടൊപ്പം എനിക്കും ഏറെ സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ. 4 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം തൃശൂർ കളക്ടറിൽ നിന്നും സുജീവ പൗരത്വരേഖ കൈപ്പറ്റി. പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡും ലഭിച്ചു. തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു. സുജീവയുടെ വോട്ടവകാശത്തിനു വേണ്ടി പരിശ്രമിച്ച രശ്മി ഇത്തവണ മറ്റൊരു വാർഡിലാണ് മത്സരിക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് ഭൂമി നൽകി പഴയന്നൂരിലെ വ്യാപാരി M. അബ്ദുൾ സലാം. ഭൂമിയില്ലാത്ത 5 കുടുംബങ്ങൾക്ക് 4 സെന്റ് ഭൂമി വീതമാണ് അബ്ദുൾ സലാം നൽകിയത്. പഴയന്നൂർ പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഭൂമിയുടെ രേഖകൾ കൈമാറി. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, അബ്ദുൾ റഷീദ് അൻവരി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജയൻ, പഞ്ചായത്ത് അംഗം അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു.
പിന്നാക്ക ജനവിഭാഗങ്ങൾ എല്ലാ മേഖലയിലും പിന്തള്ളപ്പെടുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം നാട്ടിക യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി. ജനാധിപത്യം വാർത്തകളിൽ മാത്രമാണുള്ളത്, മതാധിപത്യമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുദീപ്, സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ബോർഡ് മെമ്പർമാരായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. KKTM സീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ KKTM സീഡ്സ് സ്കാനിന് തുടക്കമായി. ക്യാൻസർ ബോധവൽക്കരണം, പ്രതിരോധം, പ്രാരംഭ പരിശോധനകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ VP ഗംഗാധരൻ ഓൺലൈനായി നിർവഹിച്ചു. തുടർന്ന് നടന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസിന് ഓങ്കോളജി വിദഗ്ധൻ ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. സീഡ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VA റംലത്ത് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ, പ്രിൻസിപ്പൽ B ജോഷി, ഹെഡ്മിസ്ട്രസ് ഷൈനി ജോസ്, KS ബിന്നി, P ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുപ്പത്തിയേഴാമത് ജില്ലാ യോഗാസന മത്സരം തൃശൂരിൽ നടന്നു. തൃശൂർ ജില്ലാ യോഗ പ്രൊമോട്ടേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗാസന മത്സരം ചലച്ചിത്ര താരം TG രവി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സജിത് നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി AN സന്ദീപ്, സെക്രട്ടറി ബാലകൃഷ്ണൻ പള്ളത്ത്, B ബലരാമൻ, ഗോപിനാഥ് എടക്കുന്നി, KK ചന്ദ്രൻ, NV ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ സംസ്ഥാന മിഷൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കിലയിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരവും പ്രകൃതി പഠന ക്യാമ്പുമായ ബാലസഭ സമാപിച്ചു. 14 ജില്ലകളിൽ നിന്നുമായി 70 മത്സരാർത്ഥികൾ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ അനുഷ്ക ബാബു 1ാം സ്ഥാനം നേടി. സമാപന സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ശ്രീജിത്ത് മുഖ്യാതിഥിയായി. ചെറുതുരുത്തി പൈങ്കുളം അയ്യപ്പേശൻ പടിയിൽ അമ്മയ്ക്കും മകനുമെതിരെ നടന്ന ആക്രമണത്തിൽ യുവാവിന് കുത്തേറ്റു. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം. പൈങ്കുളം കുറുക്കുളത്തിൽ വീട്ടിൽ വേണുഗോപാലന്റെ മകൻ വിഷ്ണുദാസിനാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. സംഭവത്തിൽ പൈങ്കുളം സ്വദേശികളായ കൃഷ്ണകുമാർ, ജയപ്രകാശ് എന്നിവർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. പരിക്കേറ്റ വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മ രുക്മിണിക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. വിധി തളർത്തിയ ശരീരവുമായി ഉറ്റവരും ഉടയവരുമില്ലാതെ UAEയിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ. 61 വയസ്സുകാരിയായ ജൂലിയറ്റ് ഇഗ്നീഷ്യസ് ആണ് ആൽഫയിലെ ആഷിസ് കെയർ സെന്ററിൽ അന്തേവാസിയായി എത്തിയത്. മാതാപിതാക്കളും 3 സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബത്തിലായിരുന്നു ജൂലിയറ്റ് ജനിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു. 20 വയസ്സിൽ വിവാഹിതയായ ജൂലിയറ്റിന്റെ കുടുംബജീവിതം പക്ഷേ അധികം നീണ്ടുനിന്നില്ല. ഭർത്താവുമായി പിണങ്ങി മകളുമായി വീട്ടിലെത്തിയ ജൂലിയറ്റ് പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു. മകളെ അമ്മയുടെ അടുത്താക്കി ജോലി തേടി ജൂലിയറ്റ് UAEയിലെത്തി. 40 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ പക്ഷാഘാതം ജൂലിയറ്റിന്റെ ജീവിതത്തിൽ ഇരുൾ പടർത്തി. ഇന്ത്യൻ എംബസി അധികൃതർ ആൽഫ ചെയർമാൻ KM നുർദീനെ ബന്ധപ്പെട്ടതോടെയാണ് ജൂലിയറ്റിന് നാട്ടച്ഛന്റെ തണലൊരുങ്ങിയത്. 61 വയസ്സാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ അറിയാലോ, 61 വയസ്സിൽ ഇങ്ങനത്തെ ഒരു അസുഖം കൂടി അലട്ടുന്നൊരു ഇതായതുകൊണ്ട് അവിടെ തുടർന്ന് നിൽക്കാനുള്ളൊരു, ഇവരെ സംരക്ഷിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇന്ത്യൻ എംബസി ദുബായ് കോൺസുലേറ്റ് ആൽഫ ചെയർമാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു, കാരണം ദുബായ് കോൺസുലേറ്റ് അയച്ച ചില 1-2 പേര് ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഷീ ഈസ് ഹാപ്പി നൗ, വെരി ഹാപ്പി, ബട്ട് little missing because 3 sisters are in Mumbai, but there is no good connection, nothing. Yeah. അപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരൊന്നായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഇല്ല. കാരണം അവർക്കൊരു ബാധ്യതയാവുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അവർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവരെ വിളിച്ചിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, ഈ സിസ്റ്റേഴ്സിനെയും മകളൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അവരാരും റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ആശുപത്രിവാസത്തിനിടയിൽ അധികൃതർ മകളെ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി. പരസഹായത്തോടെ ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജൂലിയറ്റ് ബന്ധുക്കൾ ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്.
TCV ന്യൂസ് കയ്പമംഗലം. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിതിൻ വയലിങ്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, ഫാദർ ലിജു പുറത്തൂർ എന്നിവർ സഹകാർമ്മികനായി. വേലൂർ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ശ്രീകോവിലിന്റെ സമർപ്പണം നടത്തി. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി സമർപ്പണ കർമ്മം നിർവഹിച്ചു. തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം മേൽശാന്തി അശ്വിൻ സഹകാർമ്മികനായി. തെക്കേമഠം മാനേജർ വടക്കമ്പാട്ട് നാരായണ നമ്പൂതിരി സന്നിഹിതനായിരുന്നു. എക്സ് സർവീസസ് ലീഗ് തിരുവല്ലാമല യൂണിറ്റിന്റെ വാർഷികവും കുടുംബസംഗമവും നടന്നു. കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KS അബ്ദുൾ മജീദ് അധ്യക്ഷനായിരുന്നു. മഹിളാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ, K അരവിന്ദാക്ഷൻ, ഉഷ, KC ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. മറുനാടൻ മലയാളികൾക്ക് കനത്ത തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർധന. ക്രിസ്മസ് പുതുവത്സര സീസണിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. കേരളത്തിലേക്ക് ഒരു ട്രെയിനിലും കൺഫേംഡ് ടിക്കറ്റില്ല. ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റിന് 16,000 രൂപ വരെയായി. കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റിന്റെ നിരക്ക് 10,000 കടന്നു. കൊച്ചിയിലേക്കുള്ള ടിക്കറ്റിനും 12,000-ലേറെ രൂപ നൽകണം. മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 9,000 രൂപ മുതൽ 16,500 വരെയാണ് നിരക്ക്. കോഴിക്കോട്ടേക്ക് 8,000 രൂപ മുതൽ 12,000 രൂപ വരെ. കൊച്ചിക്ക് 17,500 രൂപ വരെയായി. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 10,000 രൂപയായി നിരക്കുയർന്നു. വരും ദിവസങ്ങളിൽ ഇനിയും ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കും. ക്രിസ്മസിന് നാട്ടിലെത്താൻ കേരളത്തിലേക്ക് ഒരു ട്രെയിനിലും കൺഫേംഡ് ടിക്കറ്റില്ല. മണ്ഡലകാലം തുടങ്ങിയിരിക്കെ ശബരിമല യാത്രയ്ക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുക്കാത്തവരും വലയും. ടൂറിസം സീസൺ തുടങ്ങുക കൂടി ചെയ്തതോടെ ഡിസംബർ അവസാനം കേരളത്തിലേക്ക് എല്ലാ ട്രെയിനുകളിലും തിരക്കായി. സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചില്ലെങ്കിൽ ക്രിസ്മസ് വേളയിൽ യാത്രയ്ക്ക് പദ്ധതിയിടുന്നവർക്ക് ടിക്കറ്റ് കിട്ടുക പ്രയാസമാകും. ഇതേസമയം ഇന്റർസ്റ്റേറ്റ് ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതും യാത്രക്കാർക്ക് തിരിച്ചടിയായി. TCV ന്യൂസ്, തൃശൂർ. നോൺ-AC സ്ലീപ്പർ കോച്ച് യാത്രക്കാർക്കും പുതപ്പും തലയണകളും നൽകാനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. യാത്രക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ചെറിയ നിരക്ക് ഈടാക്കി ബെഡ്ഷീറ്റ്, തലയണ എന്നിവ അനുവദിക്കുമെന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാകുന്നത്. ജനുവരി 1 മുതൽ ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള 10 എക്സ്പ്രസ് ട്രെയിനുകളിൽ പദ്ധതി അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബെഡ്ഷീറ്റ്, ഒരു തലയണ, ഒരു തലയണ കവർ എന്നിവയ്ക്ക് 50 രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. പുതപ്പ് മാത്രമോ തലയണ മാത്രമോ ആണ് ആവശ്യമെങ്കിൽ അങ്ങനെയും ലഭിക്കും. മങ്ങാട് ഇടവകാംഗമായ ഡീക്കൻ ജിജോ തറയലിന്റെ തിരുപ്പട്ട ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഡിസംബർ 26 തീയതിയാണ് തിരുപ്പട്ട ചടങ്ങ്. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടി ഉയർത്തി 1 മാസം നീണ്ടുനിൽക്കുന്ന തിരുപ്പട്ട ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി ഇടവകയിലെ ദമ്പതികൾക്കായി ദിവ്യബലി നടത്തി. ഫാദർ ഡോക്ടർ റോയ് വടക്കൻ കാർമ്മികനായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഗുരുവായൂർ ഏകാദശി നാളെ ആഘോഷിക്കും. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. വഴിപാടുകൾ നടത്താനായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ്. പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ദേവസ്വം. ചാലക്കുടി പുഴയിൽ 2 ഇടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. കാടുകുറ്റി ആറങ്ങാടി കടവിൽ അങ്കമാലി സ്വദേശി കൃഷ്ണൻ, വെറ്റിലപ്പാറ കീഴാറ്റുമുഖത്ത് ഫോർട്ട് കൊച്ചി സ്വദേശി സുധീർ എന്നിവരാണ് മരിച്ചത്. ദേശീയപാത നെല്ലായിൽ കാറടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. നെല്ലായി സ്വദേശി 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ഇഴഞ്ഞു നീങ്ങി മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 14 മാസം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല. പാവറട്ടി പഞ്ചായത്തിലെ കോഴിത്തോട്ടിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളി. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിലെ അടുക്കള മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. അവണിശ്ശേരി ആനക്കല്ലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.